റസ്മിൻ വരുന്ന സ്ഥലമായ മട്ടാഞ്ചേരിയിൽ ഫുൾ ഗുണ്ടകളാണെന്നും ആ സ്വഭാവമാണ് റസ്മിൻ ഇവിടെ കാണിക്കുന്നതെന്നുമാണ് ജിൻഡോ പറഞ്ഞത്. അങ്ങനെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ബിഗ് ബോസ് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടാണ് ദുർഗുണ പാഠശാലയിൽ അയക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ജിൻഡോ പറയുന്നത് റസ്മിൻ വരുന്ന ഏരിയയുടെ പ്രശ്നമാണ് റസ്മിൻ എന്നുള്ളത്. ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ റസ്മിൻ എന്റെ ഏരിയനെ താൻ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ജിൻഡോയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് റസ്മിൻ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അവിടെ വന്ന് മത്സരിച്ച് ഫസ്റ്റ് കിട്ടിയിട്ട് പോലും അവിടെ നിന്ന് എനിക്ക് പോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് തന്നെ പോലീസുകാരാണ് മാറ്റി കൊണ്ടുവന്നത്. അവിടെ മൊത്തം ഗുണ്ടകളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വീണ്ടും ജിൻഡോ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയുള്ള എല്ലാവരും പറഞ്ഞു ഒരു സ്ഥലത്തെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയരുത്, ഇത് വലിയൊരു പ്രശ്നമാവുന്നൊക്കെ ജിൻഡോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ജിൻഡോ വീണ്ടും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ഇഷ്യൂ ആണെന്നൊന്നും പറഞ്ഞിട്ട് ജിൻഡോയ്ക്ക് യാതൊരു മൈൻഡും തന്നെയില്ല. ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും തന്നെ ജിൻഡോയോട് ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഓൾറെഡി ജിൻഡോയ്ക്ക് ഇന്ന് പവർ ടീം പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ജാൻമോണിക്ക് ചായ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച എല്ലാവരും കൂടെ ചേർന്നായിരുന്നു. പക്ഷെ ജിൻഡോ ആയിട്ട് പവർ ടീമിൽ സംസാരിച്ച കാര്യമൊക്കെ ജാൻമോണിയോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ടീം പണിഷ്മെന്റ് ആയിട്ട് ഫ്ലോർ ക്ലീനിങ് ജിൻഡോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റസ്മിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് റസ്മിൻ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ഫ്ലോറിൽ ഇടുവാണ്. മുട്ടയുടെ തൊണ്ടും കാര്യങ്ങളും ഒക്കെ റസ്മിൻ എന്താണ് കൊണ്ടുവന്നിട്ട് ഫ്ലോറിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് വലിയൊരു വിഷയം ആവുകയാണ്. അതിന്റെ റസ്മിൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ്. അതിന്റെ ഇടയ്ക്ക് ജാൻമോണിയും നോറയുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. ജാൻമോണി നോറയെ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നോറ പിന്നെ അത് കേട്ടിട്ട് ആകെ ബഹളവും കരച്ചിലും ഒക്കെ തന്നെയാണ്. നോറ പിന്നെ കരച്ചിൽ തുടങ്ങിയ പറയണ്ടല്ലോ, വളരെയധികം ഇമോഷണലി വീക്കായ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നോറ. ജാൻമോണി പറയുന്ന മിക്ക സ്റ്റേറ്റ്മെന്റും വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇന്നലെ തന്നെയാണെങ്കിലും ജാൻമോണി റസ്മിനെ വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ എനിക്ക് ഈക്വൽ അല്ലെന്നും ഒരു കോമണർ ഞാൻ എനിക്ക് തുല്യമായി ചിന്തിച്ചിട്ട് അവരുടെ തലയിൽ കയറാൻ നോക്കിയാൽ ആ തല വലിച്ച് കാലിന്റെ അടിയിൽ വെക്കാൻ എനിക്ക് അറിയാം എന്നാണ് ജാൻമോണി ഇന്നലെ റസ്മിനെ പറ്റി അൻസിബയോട് പറഞ്ഞത്. ജാൻമോണി മിക്ക സ്റ്റേറ്റ്മെന്റുകളും പറയുന്നത് റോങ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ജാൻമോണിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമായി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തന്നെ പെരുമാറുന്ന ഒരാളാണ് ജാൻമോണി. ജാൻമോണി വളരെ പെർഫെക്റ്റ് ആണെന്നാണ് പുള്ളിക്കാരി വിചാരിക്കുന്നത്. ജാൻമോണിനെ ഒന്നും ആരും പറയാൻ പാടില്ല. പുള്ളിക്കാരിനെ അവിടെയുള്ളവരൊക്കെ പൊക്കിക്കൊണ്ട് കിടക്കണം. അതാണ് പുള്ളിക്കാരിയുടെ ഒരു പ്രശ്നം. ജിൻഡോ ആണെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. എന്താണ് പറയേണ്ടതെന്ന് യാതൊരു ബോധമില്ലാതാണ് ജിൻഡോ എപ്പോഴും സംസാരിക്കുന്നത്. മിക്കതും തന്നെ കയ്യിൽ നിന്ന് പോകും. അതാണ് ജിൻഡോയുടെ പ്രശ്നം. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും ജിൻഡോയുടെ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാവുകയുമില്ല. ജിൻഡോയുടെ കേസ് അകത്തും പുറത്തും ഇഷ്യൂ ആയിട്ട് മാറുന്ന ഒരു കേസ് തന്നെയാണ്. ജാൻമോണി ആണെങ്കിൽ അൻസിബോർഡാണ് പറഞ്ഞത്, മറ്റുള്ള കണ്ടസ്റ്റൻസിന് അറിയില്ല. പക്ഷെ ആ കേസ് അപ്പുറത്ത് ഇഷ്യൂ ആകുന്നുണ്ട്. മാത്രമല്ല നോറേനെ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. കാലഘട്ടം വരുമ്പോൾ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു പണി കിട്ടാൻ തന്നെ സാധ്യതയുണ്ട്. ജാൻമോണിയും ജിൻഡോയും വെറുപ്പിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ജാൻമോണിയും ജിൻഡോയും പറ്റിയുള്ള അഭിപ്രായം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.